പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 70.51% പോളിംഗ്. സർവീസ് ഹോം വോട്ടുകൾ കൂടി ചേർത്ത് അന്തിമ കണക്ക് വരുന്നതോടെ പോളിംഗ് ശതമാനത്തിൽ നേരിയ മാറ്റമുണ്ടായേക്കും. പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടെങ്കിലും മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. BJP ജയിക്കുമെന്ന് അവകാശപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ LDF രണ്ടാം സ്ഥാനത്തെത്തുമെന്നും പ്രവചിച്ചു. ശക്തമായ ത്രികോണ മത്സരച്ചൂടിന്റെ പ്രതിഫലനമെന്നോണം ആദ്യ മണിക്കൂറുകളിൽ പാലക്കാട്ടെ വോട്ടർമാർ ആവേശകരമായാണ് വോട്ടെടുപ്പിനോട് പ്രതികരിച്ചത്. എന്നാൽ 10 മണിയോടെ പോളിംഗ് മന്ദഗതിയിലായി. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തിപ്പെട്ടതോടെയാണ് 70.51% എന്ന നിലയിലേക്ക് പോളിംഗ് ഉയർന്നത്. എങ്കിലും 2021 75.27%, 5%-ഓളം കുറവുണ്ട്. 1,94,706 വോട്ടർമാരിൽ 1,37,302 പേരാണ് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയത്. UDF ശക്തി കേന്ദ്രമായ പിരായിരി പഞ്ചായത്തിലെ പോളിംഗിൽ 2021 അപേക്ഷിച്ച് ഏതാണ്ട് 7%-ഓളം കുറവുണ്ടെന്നാണ് പ്രാഥമിക വിവരം. പോളിംഗ് കുറഞ്ഞെങ്കിലും മുന്നണികളുടെ ആത്മവിശ്വാസത്തിൽ തെല്ലും കുറവില്ല. ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ രണ്ടാമതും മൂന്നാമതും എത്തുന്നത് ആര് എന്ന് ജനത്തിന് വിഷയമല്ല. രണ്ടു കൂട്ടരായാലും ഒരു കുഴപ്പമില്ല. ജയിപ്പിക്കേണ്ട ആളെ എന്തിന് ജയിപ്പിക്കണം, എന്തുകൊണ്ട് ജയിപ്പിക്കണമെന്ന് ജനം തീരുമാനിച്ചിട്ടുണ്ട്. അത് ജനം നടപ്പിലാക്കിയിട്ടുണ്ട്. ട്രെൻഡ് വളരെ പോസിറ്റീവാണ്. ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ പോലും വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. വോട്ട് ചെയ്യാൻ വരുന്നവർ, വോട്ട് ചെയ്തിട്ട് പോകുന്നവർ. അപ്പം നമുക്കതൊരു കാണുമ്പോൾ ഒരു കണക്ഷൻ മനസ്സിലാവുമല്ലോ. 180 ബൂത്തുകളിലും ഞങ്ങൾക്ക് സമാന്തര വോട്ടർ പട്ടികയെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച്, സാധ്യതയുള്ള വോട്ടുകളെ സംബന്ധിച്ച് അത് പോൾ ചെയ്യിപ്പിക്കലാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതിൽ ഞങ്ങളുടെ പ്രവർത്തകർ വിജയിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയില്ല. പോളിംഗ് പൂർത്തിയായതിന് പിന്നാലെ വിജയം അവകാശപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. വടക്കുംനാഥിന് ശേഷം വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ എന്നാണ് കെ സുരേന്ദ്രന്റെ FB പോസ്റ്റ്. BJP ജയം അവകാശപ്പെടുമ്പോൾ തന്നെ LDFനാണ് കെ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനം പ്രവചിക്കുന്നത്. എന്നാൽ LDF ഒന്നാം സ്ഥാനത്ത് തന്നെ എന്ന് പറയാതെ പറയുകയാണ് കെ സുരേന്ദ്രൻ ചെയ്യുന്നതെന്നാണ് CPIMന്റെ പ്രതികരണം. മൂന്നാം സ്ഥാനത്തേക്ക് UDF എത്തുമെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരമെന്ന്. BJP മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോ കെ സുരേന്ദ്രൻ BJPയുടെ അധ്യക്ഷൻ പറയാതെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് LDFന് അനുകൂലമാവും എന്നുള്ളതാണ്. സർവീസ് ഹോം വോട്ടുകളുടെ വിവരം കൂടി ചേരുമ്പോൾ അന്തിമ പോളിംഗ് കണക്കിൽ ഇനിയും നേരിയ മാറ്റത്തിന് സാധ്യതയുണ്ട്. 24 പാലക്കാട്.